നമസ്കാരം, പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം പ്രകടമാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശനിയാഴ്ച മുതൽ രാജ്യത്ത് പരക്കെ മേഘാവൃതമായ അന്തരീക്ഷം ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുവാനാണ് സാധ്യത. വടക്കൻ കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കുക. കാറ്റിൽ പൊടിയും മണലും ഉയരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ദൂരക്കാഴ്ച കുറയും. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അനിവാര്യമായ യാത്രകളിൽ വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുവാനും ലോ ബീം ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുവാനും ജാഗ്രത പാലിക്കണം. കടൽ പ്രക്ഷുബ്ധമായേക്കും. കടൽക്ഷോഭത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് കടലിൽ കുളിക്കുന്നതും ഡൈവിംഗും മറ്റ് വിനോദങ്ങളും ഒക്കെ വിലക്കിയിട്ടുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ ശക്തമാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം. തിങ്കളാഴ്ച മുതൽ മാറ്റം. ഞായറാഴ്ചയും തീരദേശ മേഖലകളിൽ മഴ തുടരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ തിങ്കളാഴ്ച മുതൽ കാലാവസ്ഥയിൽ ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും ഔദ്യോഗിക ബുള്ളറ്റിനുകളിൽ മാത്രം വിശ്വസിക്കണമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദിബ അൽ ഫുജൈറിൽ വാഹനമിടിച്ച് ബംഗ്ലാദേശ് സ്വദേശി മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ഉണ്ടായത്. ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം കാൽനട യാത്രക്കാർക്കായി നിശ്ചയിച്ചിട്ടുള്ള ഇടമല്ലാത്ത സ്ഥലത്തുകൂടെ റോഡിന് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ വ്യക്തി അപകടത്തിൽപ്പെടുന്നത്. അപകടത്തെക്കുറിച്ച് വിവരം അറിഞ്ഞ ഉടൻ ട്രാഫിക് പെട്രോൾ സംഘവും നാഷണൽ ആംബുലൻസും സ്ഥലത്തെത്തി. പക്ഷേ ഇദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. തുടർ നടപടികൾക്കായി മൃതദേഹം ദിബ അൽ ഫുജൈർ ആശുപത്രിയിലേക്ക് മാറ്റി. ബഹ്റൈനിൽ ജോലി തേടിയെത്തുന്ന പ്രവാസി തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിന് മുൻപ് തന്നെ കർശനമായി പരിശോധിക്കണമെന്ന ശുപാർശയുമായി പാർലമെന്റ് അംഗങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിർദ്ദേശം അടുത്ത ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങൾ തമ്മിൽ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണമെന്നാണ് ശുപാർശയിലെ പ്രധാന ആവശ്യം. വ്യാജ രേഖകൾ ഉപയോഗിച്ച് രാജ്യത്ത് ജോലി നേടുന്നത് തടയുവാൻ ഇത് സഹായിക്കുമെന്ന് നിർദ്ദേശം സമർപ്പിച്ച MP ജലാൽ ഖാദി വ്യക്തമാക്കി. എല്ലാ പ്രൊഫഷണൽ മേഖലകളിലും ഇത്തരം കർശനമായ നിരീക്ഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വിദേശ തൊഴിലാളികളുടെ എണ്ണം പൊതു സ്വകാര്യ മേഖലകളിൽ വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് സർവീസസ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. തന്ത്രപ്രധാനമായ തസ്തികകളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ആരും എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നത് പൊതു താൽപര്യത്തിന് അത്യാവശ്യമെന്നാണ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പുതിയ നിർദ്ദേശത്തോടെ സമ്മിശ്ര പ്രതികരണമാണ് വിവിധ സംഘടനകളിൽ നിന്നുണ്ടാകുന്നത്. ട്രേഡ് യൂണിയനുകൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നത് തൊഴിലുടമകൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ യോഗ്യരായ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടാനും സഹായകമാകുമെന്നാണ് യൂണിയനുകൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ പ്രൊഫഷണൽ തസ്തികകളിൽ കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട്. പുതിയ മാറ്റം അനാവശ്യമായ കാലതാമസത്തിന് ഇടയാക്കുമെന്നാണ് ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിലും പൊതു താല്പര്യം മുൻനിർത്തി ഈ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലാണ് സർവീസ് കമ്മിറ്റി ആയിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. സൗദി അറേബ്യ ആഗോള നിക്ഷേപ ശക്തി കേന്ദ്രമായി മാറാൻ പോകുകയാണെന്ന് നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലിഹ്. പ്രാദേശിക വിദേശ നിക്ഷേപം ഏറെ മെച്ചപ്പെടുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അബ്ഷീർ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷൻ 2030 പ്രധാന ലക്ഷ്യം നിക്ഷേപമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശ നിക്ഷേപം 4 ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും ദേശീയ നിക്ഷേപ തന്ത്രത്തിന്റെ ലക്ഷ്യം നേടിയിട്ടുണ്ടെന്നും തന്ത്രം അന്തിമ അവലോകന ഘട്ടത്തിലാണെന്നും അൽ ഫാലിഹ് വ്യക്തമാക്കി. ഏകദേശം 58,000 വിദേശ നിക്ഷേപകരാണ് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് സൗദികളും ബിസിനസ് രംഗത്തുണ്ട്. നിക്ഷേപ അവസരങ്ങൾ ഏറെ ലഭ്യമാണെന്നും നിക്ഷേപ മന്ത്രാലയം ഏകദേശം 1900 അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും അൽ ഫാലിഹ് പറഞ്ഞു. മുനിസിപ്പാലിറ്റീസ് മന്ത്രാലയം ഫുറാസ് പ്ലാറ്റ്ഫോം വഴി ഏകദേശം 2000 അവസരങ്ങൾ നൽകുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. പൊതു നിക്ഷേപ ഫണ്ട് സ്വകാര്യ മേഖലയുമായി ചേർന്ന് ഏകദേശം 200 അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 50,000 റിയാൽ വിലമതിക്കുന്ന ചെറിയ പദ്ധതികൾ മുതൽ 20 മുതൽ $30 മില്യൺ വിലമതിക്കുന്ന മെഗാ പ്രോജക്റ്റുകൾ വരെയാണ് ഈ തരത്തിലുള്ളത്. വിമാന നിർമ്മാണ പ്ലാന്റുകൾ പോലുള്ള പ്രൊജക്റ്റുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. വിവര സാങ്കേതിക വിദ്യ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന നിക്ഷേപ മേഖലകളിൽ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. മഴ തുടങ്ങിയപ്പോഴുണ്ടായ ആവേശമല്ല ആശങ്കയിലേക്കാണ് ഇപ്പം വഴിമാറിയിരിക്കുന്നത്. മഴയുടെ സൗമ്യ രൗദ്രഭാവങ്ങളൊക്കെ ഒരുപോലെ അറിഞ്ഞ പകലും രാവും ഒക്കെയാണ് മായുന്നത്. കാത്തിരുന്ന് കിട്ടിയ മഴ ആസ്വദിക്കുന്ന തിരക്കായിരുന്നു ആദ്യം. കുടചൂടിയും അല്ലാതെയും ഒക്കെ മഴയെ ജനം അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞതിലും അപ്പുറമാണ് വരാനിരിക്കുന്നതെന്ന മുന്നറിയിപ്പുകളും പലപ്പോഴും മുഴങ്ങിയിരുന്നു. 2024 ഓർമ്മ ഉള്ളതുകൊണ്ട് തന്നെ ജനം ജാഗ്രതയിലായിരുന്നു. നഗരസഭാ ജീവനക്കാരും തൊഴിലാളികളും സമയം നോക്കാതെ കർമ്മനിരതരായി. കഴിഞ്ഞ വർഷം വെള്ളക്കെട്ടുണ്ടായ മേഖലകളിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഓവുചാൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇത്തവണ അതുകൊണ്ട് അത്ര കടുത്തില്ല ഒരു കാര്യങ്ങളും. സർവീസ് റോഡുകളിലൊക്കെ ഇപ്പോൾ വെള്ളക്കെട്ടാണ്. ദുബായിൽ കഴിഞ്ഞ വർഷം വെള്ളത്തിൽ മുങ്ങിയ മേഖലകളിൽ പലതും ഇത്തവണ രക്ഷപ്പെട്ടിരിക്കുന്നു.
ഷെയ്ഖ് സായിദ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടില്ല. എന്നാൽ സർവീസസ് റോഡുകളിലും പുതിയ റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ അതിവേഗം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പ്രധാന തെരുവുകളിലും ഇടുങ്ങിയ വഴികളിലും ഒക്കെ വെള്ളം നിറഞ്ഞു. റോഡ് നിരപ്പിലുള്ള കടകളിലേക്കും റെസ്റ്റോറന്റുകളും ഒക്കെ വെള്ളം കയറുന്നൊരവസ്ഥയായിരുന്നു. നഗരസഭാ ജീവനക്കാരും കടകളിലെ തൊഴിലാളികളും ചേർന്ന് വെള്ളം കോരി വറ്റിക്കുകയായിരുന്നു. വെള്ളം ഒഴുകി പോകുവാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വലിയ ടാങ്കറുകളിലേക്കാണ് മാറ്റിയത്. ദുബായിലും ഷാർജയിലും പ്രധാന മേഖലകളിലെല്ലാം ടാങ്കറുകൾ എത്തിച്ച് വെള്ളം എത്തിക്കുന്ന ജോലികളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറു വാഹനങ്ങൾ, ഉയർന്ന വീൽ ബേസുള്ള വാഹനങ്ങൾ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചപ്പോൾ ചെറു കാറുകൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്ന അവസ്ഥയായിരുന്നു. ഓഫീസിൽ നിന്ന് മടങ്ങിയവരും വാഹനം സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിടുവാൻ പോയവരും ഒക്കെ അടക്കം വെള്ളക്കെട്ടിൽ അകപ്പെട്ടു. ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം അനുവദിച്ചതുകൊണ്ട് തന്നെ റോഡിൽ തിരക്കധികം ഉണ്ടായിരുന്നില്ല. എന്നാൽ റെസ്റ്റോറന്റ്, ഷോറൂമുകൾ, സൂപ്പർ മാർക്കറ്റ്, മറ്റു വ്യാപാര മേഖലകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഓഫീസിലെത്തുവാൻ നന്നേ പാടുപെട്ടു. വെള്ളക്കെട്ടിനെ തുടർന്ന് ഹോം ഡെലിവറി സർവീസുകളുമൊക്കെ തടസ്സപ്പെടുകയായിരുന്നു. ദുബായിൽ മഴയെ തുടർന്ന് അടച്ച പൊതു പാർക്കുകളും ബീച്ചുകളും ഒക്കെ വൈകുന്നേരത്തോടെ തന്നെ തുറക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അബുദാബിയിലും പാർക്കുകളും ബീച്ചുകളും ഒക്കെ തുറന്നു. എന്നാൽ ഷാർജയിലെ വൈൽഡ് ലൈഫ് പാർക്ക് വസിദ് വെറ്റ്ലാൻഡ് ഇന്നും പ്രവർത്തിക്കില്ല. ഫുജൈറയിൽ ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റിൽ വാഹനം തലകീഴായി മറിഞ്ഞു. റാസൽ ഖൈമയിൽ അൽ ദൈദ് സൗത്തിൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ദുബായ് RTA എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുള്ള ബസ് സർവീസുകളും തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ടാക്സി സർവീസസ് നിർത്തിയതോടെ ദുബായിൽ ഓൺലൈൻ സർവീസുകൾ നിരക്ക് 10 മടങ്ങാണ് വർദ്ധിച്ചത്. ഇനി ഇൻഷുറൻസിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റ് ഒരു ദിവസത്തിനകം വെള്ളക്കെട്ടിൽ വാഹനം കുടുങ്ങിയവർക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകുന്നതിനുള്ള സൗകര്യം ഷാർജ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെബ്സൈറ്റ് വഴിയും സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയും പോലീസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. കേടുപാട് പറ്റിയ വാഹനത്തിന്റെ ചിത്രം അപ്ലോഡ് ചെയ്താൽ ഒരു ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. വെള്ളക്കെട്ടിൽ ഇറങ്ങുവാനോ കുളിക്കുവാനോ ശ്രമിക്കരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കൗൺസിലിന്റെ മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് മഴ തൽക്കാലത്തേക്ക് മാറിയെങ്കിലും ദുരിതം കുറച്ചു ദിവസം കൂടി അവശേഷിക്കും. UAE-യിലെ ഹോട്ടൽ താമസക്കാരുടെ എണ്ണം ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്ന് മന്ത്രി അബ്ദുള്ള ബിൻ തുഖ് അൽ മർറി. ഈ വർഷം ആദ്യ 10 മാസത്തെ കണക്കനുസരിച്ച് 79.3% ഹോട്ടൽ ഒക്യുപ്പൻസി നിരക്ക്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 78%. ഈ കാലയളവിൽ ഹോട്ടൽ മേഖലയിൽ നിന്നുള്ള മൊത്തം വരുമാനം 8,900 കോടി ദിർഹത്തിലെത്തി. നിലവിൽ രാജ്യത്തുടനീളം 1,243 ഹോട്ടലുകളായി 2 ലക്ഷത്തിലധികം മുറികളാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം UAE-യുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 13% ടൂറിസം മേഖലയുടെ സംഭാവനയായിരുന്നു. അടുത്ത ശതമാനമായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യം. ടൂറിസം മേഖല നിലവിൽ 9 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വർഷം മുഴുവൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വേൾഡ് കൂളസ്റ്റ് വിന്റർ ക്യാമ്പയിന്റെ 6ാം പതിപ്പിനോടനുബന്ധിച്ചാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ശൈത്യകാല ക്യാമ്പയിൻ ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനും സംരംഭകത്തെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ടൂറിസം നിക്ഷേപം കഴിഞ്ഞ വർഷം 3,220 കോടി ദിർഹത്തിലെത്തി. 2023 ഇത് 2,880 കോടിയായിരുന്നു. നടപ്പ് വർഷം ഇത് 3,520 കോടി ദിർഹമായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.